ഹലോ ഹായ് ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ പറയണം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇന്ന് ഈ ലോങ് വീഡിയോസിൽ ഞാൻ ഇടാൻ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ കുറച്ച് നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ചൂടുകാലമാണ്. ഇതിപ്പോൾ ഏപ്രിൽ മാസം, നല്ല പീക്ക് ടൈമാണ് ചൂടിൻ്റെ. നമ്മൾ ന്യൂസിലും ഒക്കെ കേൾക്കുന്നുണ്ട്, നല്ല ടൈം എന്താ പറയുക ടെമ്പറേച്ചർ 41 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കാര്യം, നല്ല പോലെ വെള്ളം കുടിക്കണം. നമ്മളിപ്പോൾ ഡെയിലി ഒരു 2-3, ശരിക്കും പറഞ്ഞാൽ 8 ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെയാണ് പറയണത്. നമ്മൾ 2-3 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാളാണെങ്കിൽ നേരെ ഡബിൾ കുടിക്കാൻ ശ്രമിക്കാം. പെട്ടെന്ന് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഡബിൾ കുടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോ ടൈം ഇൻ്റർവെല്ലിൽ വെച്ചിട്ട്, അതായത് ഇപ്പോൾ ഓരോ മണിക്കൂറിൽ വെച്ചിട്ട് ഓരോ കവള് ഒരു ഗ്ലാസ് അങ്ങനെ കുടിച്ചാണ് ഡബിൾ ആവുക. അപ്പോൾ എത്രത്തോളം വെള്ളം ഇൻടേക്ക് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നോ അത്രയും നല്ലതാണ്. സാധാ നമ്മൾ ഡെയിലി കുടിക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളമോ പച്ചവെള്ളമോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മതി. അല്ലാതെ ജ്യൂസ് കുടിക്കണം അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ജ്യൂസ് കുടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഫ്രൂട്ട് ഇൻടേക്കാണ്. പക്ഷെ ഷുഗർ ആഡ് ചെയ്യരുത്. ഷുഗർ ആഡ് ചെയ്താൽ പിന്നെ അതിന് യാതൊരു ഗുണവും ഉണ്ടാവില്ല. അപ്പം ഏറ്റവും ബെസ്റ്റ് നമ്മൾ സാധാ വെള്ളം ആണ് എപ്പോഴും നമ്മുടെ ബോഡീനെ റിജുനേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് വെള്ളം. പിന്നെ വെയിലത്ത് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ പോകുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും ഒരു കുടയോ എന്തെങ്കിലും, ഇപ്പോൾ ആമ്പിള്ളേർക്ക് ഇപ്പോൾ കുട പിടിക്കണോണ്ട് വല്ല നാണക്കേടോ അങ്ങനെ എന്തെങ്കിലും തൊപ്പി വെക്കുക, എന്തെങ്കിലും ചെയ്യുക. കാരണം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാണ്ടിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ ഓക്കെയാണ്, നമുക്ക് നടക്കാൻ പറ്റും, അതാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. അത് കുറച്ച് നേരം കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക നമ്മുടെ ബോഡി ആകെ പോയിന്ന്. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാണ്ടിരിക്കാം. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡെയിലി പറ്റുവാണെങ്കിൽ ഒരു 3 നേരം വെച്ച് കുളിക്കുക. അതായത് രാവിലെ, വൈകുന്നേരം, പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ. നമ്മുടെ ബോഡി കൂളാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമുക്ക് പറ്റുന്നുള്ളവർ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരും 2 നേരം കുളിക്കുന്നത് തന്നെയാണ്. 3 നേരം എന്ന് പറയുന്നത് നമുക്ക് ആ ചൂടൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ പരമാവധി കോട്ടൺ ഡ്രസ്സസ് ഇടാൻ ശ്രമിക്കാം. കോട്ടൺ, പ്യുവർ കോട്ടണോ അങ്ങനെ എന്തെങ്കിലും, ടൈറ്റ് ഡ്രസ്സ്, നൈലോൺ ഡ്രസ്സ്, അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടാണ്ട് കോട്ടൺ ഡ്രസ്സ് ഇടാൻ പരമാവധി ശ്രമിക്കുക. കാരണം കോട്ടൺ ആകുമ്പോൾ നമ്മുടെ ചൂട് കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അതിനാണ് കോട്ടൺ ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക. പിന്നെ ലെഗിൻസ്, ജീൻസ്, ടൈറ്റ് ജീൻസ് അതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് തന്നെയാണ് നല്ലത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നമുക്ക് തന്നെ നമ്മൾ തന്നെ കുറച്ചുകൂടി കംഫർട്ടബിളും ആവും, നമ്മൾ കുറച്ചുകൂടി ബ്രീത്തബിൾ ആവും. ഓക്കെ, പിന്നെ ഈ ഫേസിൻ്റെ ടിപ്സാണ് കേട്ടോ ഞാൻ പറയണത്. ഇപ്പം നിങ്ങൾ എന്നെ പോലെ ഒരു സാധാരണക്കാർക്കാണെങ്കിൽ കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്ത് നമ്മുടെ ടാൻ മാറാനും അതൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക. കാരണം അല്ലാണ്ട് വലിയ എന്താ പറയുക കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യണ പോലത്തെ വലിയ ക്രീം മേടിക്കാനോ അതിനുള്ളതൊന്നും കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിന്ന് വരില്ല. പക്ഷെ ഈ കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്നെ പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് എന്നോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ കാപ്പിപ്പൊടി, അത് നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. ഈ കാപ്പിപ്പൊടിയും കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തിങ്ങനെ പതുക്കെ തേക്കണം കേട്ടോ. കാപ്പിപ്പൊടിയാണ്, തരിയുള്ള കാപ്പിപ്പൊടിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് അത് ഇങ്ങനെ കൂറും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ പതുക്കെ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ, തക്കാളി എടുത്തിട്ട് കാപ്പിപ്പൊടിയുടെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിങ്ങനെ പതുക്കെ കേട്ടോ, വളരെ സ്മൂത്തായിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാനുകളും ഒക്കെ മാറിക്കിട്ടും. നമ്മുടെ എന്താ പറയുക മുഖവും ബോഡിയൊക്കെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഈ കാപ്പിപ്പൊടി കൊണ്ട് ചെയ്യുമ്പോൾ കേട്ടോ. ഈ കോഫി പൗഡർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ശരിക്കും പറഞ്ഞ ഒരു സ്ക്രബ്ബറിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് നമുക്ക് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സാധാ രീതിക്ക് നമ്മുടെ എന്താ പറയുക മുൾത്താണി മിട്ടി, ഈ എന്താ പറയുക മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടില്ല, 10-20 രൂപയൊക്കെ ഉള്ളത് തന്നെ. ആ സാധനം മേടിച്ചിട്ടും തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാനോ സൺ ടാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ട് വരാം കേട്ടോ. ബൈ.